വയനാട് ദുരിതബാധിത പ്രദേശങ്ങളിലെ ഇന്നത്തെ ജനകീയ തെരച്ചിൽ അവസാനിപ്പിച്ചു. തെരച്ചിൽ നാളെയും തുടരും. ഒരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും സംസ്കരിച്ചു. ചാലിയാറിൽ നിന്ന് ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മുണ്ടേരി ഇരുട്ടുകുത്തിയിൽ നിന്നാണ് ശരീരഭാഗം കണ്ടെത്തിയത്. 6 സോണുകളായി തിരിഞ്ഞാണ് ഇന്നും പരിശോധന നടത്തിയത്. എന്നാൽ പരിസരവാസികൾ തെരച്ചിലിൽ പങ്കെടുത്തില്ല. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ തെരച്ചിൽ ഏകദേശം പൂർത്തിയായതായി ADGP അജിത് കുമാർ പറഞ്ഞു. അല്ല, ഇപ്പോൾ നിലവിൽ ഈ ലാൻഡ് ഏരിയാസിലുള്ള സെർച്ചൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽസും അതുപോലെ തന്നെ ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരും ഇവിടുത്തെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ തന്നെ ഇതിനകത്ത് അവരെയും കൊണ്ട് ജനകീയ സെർച്ച് നമ്മൾ 2 പ്രാവശ്യം നടത്തി കഴിഞ്ഞു. ഇനി ലാൻഡ് ഏരിയയിലൊന്നും വലിയ സെർച്ച് ചെയ്യാനുള്ള ഏരിയാസ് ഇല്ലെന്ന് വല്ല സോഫാറില്ല. പിന്നെ ആ ഭാഗത്ത് വല്ല ചളിയിൽ വല്ല പോട്ട് കിടക്കുകയാണെങ്കിൽ മാത്രമേ സ്ഥാനമേ ഉള്ളൂ. അത് വെള്ളം ഒഴുകിയാൽ മാത്രമല്ല. ലാൻഡ് ഏരിയാസ് ഓൾമോസ്റ്റ് നമ്മളൊരു 90% കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ നോക്കുന്നത് ചാലിയാറിലെ താഴെ സൈഡിലാണ്. അത് ഇന്നും ബോഡി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും ബോഡി കിട്ടുന്നു പറയുന്നുണ്ട്. അതൊരു പക്ഷേ വെള്ളം ഡ്രൈ ആവുന്നതനുസരിച്ച് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. പുതിയ മഴ പെയ്ത് ഒഴുകിപ്പം വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലും നമ്മൾ ഇന്നും ഹെലികോപ്റ്റർ സോർട്ടി അയക്കുന്നുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റർ സോർട്ടി അയച്ച് ബാക്കിയുള്ള അകത്തുള്ള ഇന്ത്യൻ ഏരിയാസിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഇപ്പം ലോക്കൽ സെർച്ച് സ്ഥലത്തും സെർച്ച് ചെയ്യാനുള്ള കണ്ടിന്യൂ പരിപാടി. നാളെ ചാലിയാറിന്റെ തീരങ്ങളിൽ ശക്തമായ തെരച്ചിൽ നടത്തും. 5 സോണുകളായി തിരിച്ചാണ് ചാലിയാർ തീരങ്ങളിൽ പരിശോധന നടത്തുക. ഇന്ന് നടന്ന പരിശോധനയിൽ ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നു. സൈന്യം, SOG, തണ്ടർബോൾട്ട് തുടങ്ങിയവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. നാളെയും 6 സോണുകളായി തിരിച്ചായിരിക്കും മേപ്പാടി ഭാഗത്തെ പരിശോധന. DNA ടെസ്റ്റ് റിസൾട്ട് നാളെ പുറത്തു വന്നേക്കും. ജനം, വയനാട്.